ശരിക്കും ഒരു ബാറ്ററി എത്ര പെർസെന്റേജ് ആയി കഴിഞ്ഞാൽ മാറ്റേണ്ടി വരും? ഇതിലൊരു സ്ക്രാച്ച് കാണിച്ചാൽ ഒന്നും അടുത്ത് കാണിച്ചു. ഒരു സ്ക്രാച്ച് കാണിച്ചു. ഒരു സ്ക്രാച്ചും ഇല്ലാത്ത സെലക്റ്റഡ് ഐറ്റംസ്, സെലക്ട് കാര്യം മാത്രം ഓപ്പൺ ആക്കിയ പീസ് എന്ന് പറയുമ്പോൾ അതായിരിക്കുമോ ഒരു പേടി എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പൊ അതായിരിക്കും പേടി. പല ആൾക്കാർക്കും പല ഡൗട്ട്, പല പേടിയാണ്. യൂസർ ഫോൺ വിത്ത് 1 ഇയർ ഓതറൈസ് വാറന്റിയോടെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ ഫോൺ ഇപ്പോൾ 12 Pro എടുത്ത് നിങ്ങൾ 1450 12 Pro എടുത്ത് 512 GB 512 GB ഗോൾഡ് കളർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സിൽവർ ഉണ്ട്. ഓക്കെ, വരികയാണെന്നുണ്ടെങ്കിൽ 13 Pro Max ഓഫർ ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ചെറിയൊരു വിത്ത് 1 ഇയർ ഓതറൈസ്ഡ് ഇൻഷുറൻസ് വാറണ്ടി. ഓതറൈസ്ഡ് ഇൻഷുറൻസ് വാറണ്ടി അടക്കം 3700 രൂപ. ഹായ്, വെൽക്കം ടു BBA. കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കുടിക്കോ, കൂടെ കൂടോ, കൂടാലോ മോനെ. കൂടല്ലോ അല്ലേ? കൂടാണ്ട് അതെ, നമ്മുടെ ജിംബ്രോ ഉണ്ട് നമ്മുടെ. അപ്പം എന്താണ് ഓഫർ തരാ? ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫറിന്റെ പെരുമഴ കൊടുക്കാൻ നമുക്ക് ഒരു മന്ത് ആയിട്ട് ഫുൾ ഓഫർ കൊടുക്കാം. മന്തിന്റെ ഓഫറാണ് ഫോൺ ഗാരേജിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഇതാ മന്തിന്റെ ഓഫറാണെന്നാണ് സാദിഖ് ബ്രോ പറയുന്നത്. പറഞ്ഞോ. BBAന്റെ കസ്റ്റമേഴ്സ് സമയത്ത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ സാധനം സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കണം. ഓക്കെ, കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോഗിൽ വരുന്ന മാത്രമല്ല ബാക്കി കസ്റ്റമേഴ്സ് ഉണ്ട്, അല്ലാതെ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് വരുന്നവരുണ്ട്, ടിക്ടോക്ക് കണ്ടിട്ട് വരുന്നവരുണ്ട്, പല മീഡിയാസിലൂടെ കണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട്, ഡെയിലി മൗത്ത് പബ്ലിസിറ്റിയിൽ വരുന്ന ആൾക്കാരുണ്ട്. അതും കൂടി മിക്സ് ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്റ്റോക്ക് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവണമെന്നില്ല, സ്റ്റോക്ക് ഔട്ട് ആവും. ഒരു ഓഫർ ഇല്ലെങ്കിലും പക്ഷെ ഒരുപാട് ഓഫർ വേറെ ഉണ്ടാവുമല്ലോ. ഇനി അഥവാ ആ സമയത്ത് സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ആക്കാനുള്ള ഓപ്ഷനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കണം. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ വീഡിയോ കാണണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഏതാണോ ഓഫർ ഉള്ളത് അത് നിങ്ങൾക്ക് 100% കിട്ടും. അതിനേക്കാളും ബെസ്റ്റ് ഓഫറും കിട്ടാൻ ചാൻസ് ഉണ്ട്. കോൺടാക്ട് എന്താക്കി സേവ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ പിന്നെ നല്ല അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. നമ്മൾ കൊടുക്കാൻ പോകുന്നത് വലിയൊരു സീരീസിൽ നിന്നാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. 13 Pro Maxലാണ് 14 Pro Maxലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു 16 ഇറക്കിയല്ലോ അല്ലേ? 14 Pro Max 14 Pro Max 256. ഇങ്ങോട്ട് അടുത്ത് നേരെ കാണിച്ചു. റിപ്പയറും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഡൺ. കൊടുക്കുന്ന പ്രൈസ് 2999. ഇത് കാണിച്ചോ 2999 സിംഗിൾ പീസ്, ഒറ്റ പീസ് ഉള്ളൂ അല്ലേ? ഒറ്റ പീസ് ഉള്ളൂ. 2999 14 Pro Max അല്ലേ? 14 Pro Max എത്ര GB? 256 GB നിങ്ങൾക്ക് ഒരു കിഡിൽ ഓഫർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 യൂസ്ഡ് 512 GB ജസ്റ്റ് ആക്റ്റീവ് 100 ബാറ്ററി 0 ടൈംസ് ചാർജ്ഡ് 0 ടൈംസ് യൂസ്ഡ്. ഓക്കെ, ഇത് കൊടുക്കുന്ന റേറ്റ് 14 Pro Max 512 GB. അങ്ങനെ എടുത്ത്. ഓക്കെ, 512 GB. ഇത് 512 GB നരി സാധനം. ഇത് കൊടുക്കുന്നത് 3700 ദിർഹംസ് വിത്ത് 1 ഇയർ ഓതറൈസ്ഡ് ഇൻഷുറൻസ് വാറണ്ടി. ഓതറൈസ്ഡ് ഇൻഷുറൻസ് വാറണ്ടി അടക്കം 3700 ദിർഹത്തിന് കൊടുക്കും. 3700 ദിർഹത്തിന് വിത്ത് 1 ഇയർ വാറണ്ടി കിട്ടാൻ മച്ചാൻ പറയാം. വിത്തൗട്ട് ഫിസിക്കൽ ഡാമേജ് ഒരു വർഷത്തിനുള്ളിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആപ്പിളിൽ നിന്ന് സർവീസ് ചെയ്തിരുന്നതായിരിക്കും. 100% ആപ്പിൾ പാർട്ടി സർവീസ് ആയിരിക്കും. ഇതെന്താ നിങ്ങൾക്ക് വേണ്ടത്? പിന്നെ എന്താ ഈ സാധനം നിങ്ങൾക്ക് എടുക്കാൻ 100% 1 ഇയർ എറിഞ്ഞ് കളിച്ചെങ്കിൽ യൂസ് ചെയ്യാം. നോൺ ആക്റ്റീവ് ആണോ? ജസ്റ്റ് ആക്ടിവേറ്റഡ്. ഓക്കെ, നെക്സ്റ്റ്. പർപ്പിളും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക്. 2 കളർ ഉണ്ടല്ലോ. 2 കളർ എന്ന് വെച്ചാൽ 2 കളർ ഉണ്ട്. നല്ല കിഡിൽ ഓഫറാണ്. സാധനം ലിമിറ്റഡ് ഉള്ളെങ്കിലും കിഡിൽ ഓഫറാണ്. വരുന്നവർക്ക് ആഗ്രഹമുള്ളവർക്ക് പെട്ടെന്ന് മേടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എന്താ കാര്യം വെച്ചാൽ 1 ഇയർ വിത്ത് 1 ഇയർ ഓതറൈസ് വാറണ്ടി അടക്കാണ് നിങ്ങൾക്ക് ഈ പ്രൈസിന് കിഡിലും 14 Pro Max കിട്ടുന്നത്. ഓക്കെ, ഡൺ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നേരെ താഴോട്ടേക്ക് 13 Pro Max നമുക്ക് നോക്കാം ഫസ്റ്റ്. ഓക്കെ, 13 Pro Max 256 GB ഉണ്ട്, 512 GB ഉണ്ട്. ഓക്കെ, ഡൺ. ഇതിന്റെ ഇന്നത്തെ ഇടുന്ന പ്രൈസിന്റെ പ്രത്യേകത, അതായത് സാധനത്തിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ 256ഉം 512ഉം രണ്ടും നമ്മൾ ഒരു പ്രൈസിനാണ് കൊടുക്കുന്നത്. 13 Pro. അത് സെലക്ടഡ് ഐറ്റംസ്, അതായത് കുറച്ച് കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മൈനോട്ട് സ്ക്രാച്ചസ്, നത്തിങ് ചേഞ്ച്. ഓക്കെ, ഡൺ. മൈനോട്ട് സ്ക്രാച്ചസ്, നത്തിങ് ചേഞ്ച് 13 Pro Max. ഓക്കെ, ഡൺ. 256 GB 2300 ആണ്. 512 ഒരു വിഷയം 13 Pro Max അല്ലേ? 13 Pro Max 256 GB 2300. 2300 13 Pro Max. ജസ്റ്റ് എവിടെ സ്ക്രാച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിൽ സ്ക്രാച്ച് ഒന്നുമില്ല. 2300 256 കൊടുക്കുന്നത്. 256 2300. ഓക്കെ, വരികയാണെന്നുണ്ടെങ്കിൽ 13 Pro Max ഓഫർ ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ചെറിയ സ്ക്രാച്ചസ് മൈനർ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാകുന്നത്. എല്ലാം ആണല്ലേ? ഓണാണ്. മൈനർ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളതിനൊക്കെ ചെറിയ സ്ക്രാച്ചസ് അങ്ങനെ തൊട്ടും തൊട്ടില്ല എന്നുള്ള സ്ക്രാച്ചസ് കൊടുക്കുന്നത് 2300 ദിർഹംസ് 512 GB. 512 GB കൊടുക്കുന്നുണ്ട്. 512 GB 2300 സെയിം പ്രൈസിന് 30 Pro Max കിട്ടും. ക്ലീൻ സ്റ്റോക്ക്, സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്കാ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ 2400 ദിർഹംസിന്റെ ഡിഫറൻസിൽ സാധനം കിട്ടും. 30 Pro Max കിട്ടും. അത് കിട്ടും.
13 Pro Max 2400 ദിർഹത്തിന്റെ ഇതിൽ നിങ്ങൾക്ക് 512 GB ക്ലീൻ ആയിട്ടുള്ള നീറ്റ് ആയിട്ടുള്ള പ്ലേസും കിട്ടും. ഓക്കെ, ഇനി അതല്ലാണ്ട് പിന്നെ ഇനിയിപ്പം 512 GB ഇതിൽ 12ലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ 12 ഏത് കളറുണ്ട്? 128 GB പോവുകയാണെങ്കിൽ 1180 12 128 GB. ഓക്കെ, 256 1200 ദിർഹംസിൽ വ്യത്യാസം. വേറെ അപ്പോൾ 256 എടുക്കല്ലേ അല്ലേ? 256 GB എടുക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഐഫോൺ 12 നോക്കുന്ന ആളുകളുണ്ട് അല്ലേ? ഐഫോൺ 12 256 GB എടുത്തോളൂ മക്കളെ. ഓക്കെ, ഡൺ. നേരെ നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ 12 Pro 256 GB എടുക്ക് 12 Pro 256 നോൺ ആക്റ്റീവ് ആക്റ്റീവാ യൂസ്ഡ് ക്ലീൻ സ്റ്റോക്ക് ആണെന്നെങ്കിൽ 1450 ദിർഹംസ് 1450 ക്ലീൻ സ്റ്റോക്ക് ആണ്. അതല്ല ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ 1300 ദിർഹംസ് 1300 ദിർഹംസ്. ഓക്കെ, സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ അത് സ്ക്രാച്ചസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് മാത്രമേ ഉള്ളൂ. ഔട്ട്സൈഡ് അതായത് ഈ ഫോണുകൾ ഈ പറയുന്ന ഫോണുകളൊന്നും പാർട്സുകളോ കാര്യങ്ങളോ ചേഞ്ച് ഇല്ലാത്ത 100% ഒറിജിനൽ കണ്ടീഷനുള്ള ഫോണുകൾ മാത്രമേ ഉള്ളൂ. അതാണ്ടാ. അപ്പോൾ ചെറിയ സാധാരണ പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാകുന്നത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറിയിൽ എന്താ പറയുക റിപ്പയർ കാര്യങ്ങൾ, ഡിസ്പ്ലേ ചേഞ്ച്, ബാറ്ററി ചേഞ്ച്, അതുപോലെ തന്നെ ഇങ്ങനെ ചേഞ്ച് എടുക്കും. ഇവിടെ നേരെ തിരിച്ചാണ്. ഓക്കെ, ഇവിടെ ബാറ്ററി ചേഞ്ച് ചെയ്ത് ജെന്യൂൻ ബാറ്ററി ചേഞ്ച് ചെയ്തതിന് പ്രൈസ് കൂടും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ബാറ്ററി ഇടുന്നോണ്ടാണ്. മനസ്സിലായി? അതായത് ലോക്കൽ ബാറ്ററി ഇട്ടിട്ട് വരുന്നതല്ല. ഇവിടുന്ന് സർവീസ് ഉള്ള ഫോണുകൾ ബാറ്ററി ഒറിജിനൽ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടും. കാരണം ബാറ്ററിന്റെ കോസ്റ്റ് കൂടി അതിൽ കൂടും. അതിന് നമ്മൾ വാറണ്ടി, അതായത് പിന്നെ 3 മാസം നമ്മൾ ബാറ്ററിക്കും കൂടി എക്സ്ട്രാ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ പിന്നെ കണ്ടീഷൻ 12 പ്രോന്റെ കണ്ടീഷൻ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. 12 Pro ഏതായിരുന്നു? യൂസറാണ് 256 GB യൂസറാണ് 12 Pro. എത്രയൊക്കെ കൊടുക്കുന്നത്? അത് കൊടുക്കുന്നത് 1450 1450 ആണെങ്കിൽ 1300. ഓക്കെ, സ്ക്രാച്ചസ് ആണെങ്കിൽ 1300 ദിർഹത്തിന് 12 Pro മച്ചമാർ 256 GB. ഓക്കെ, നെക്സ്റ്റ് അടുത്ത തരാമെന്ന് പറഞ്ഞാൽ നല്ല കിടിലം പോലത്തെ തീ പാറുന്ന ക്ലീൻ ലൈക്ക് ബ്രാൻഡ് ന്യൂ. ഓക്കെ, യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് യൂസ് ചെയ്തെന്ന് പറയാം. യൂസ് ചെയ്തിട്ടില്ല വെച്ചാൽ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയാം. 13 128 GB. ഇതിലൊരു സ്ക്രാച്ച് കാണിച്ചു. ഒരു സ്ക്രാച്ച് ഇല്ലാത്ത സെലക്ടഡ് ഐറ്റംസ് 13 സീരീസ് എന്താ പറയാ ഇങ്ങനെ പറയാ കുളിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നില്ല. അജാതി മുതൽ നെയ്യ് പൊരിച്ച പണ്ടത്തെ അതല്ല അങ്ങനെ പറയാം. ഓക്കെ, നെയ്യ് പൊരിച്ചു അതിനേക്കാളും പൊരിച്ചാന്ന് പറയുന്നത്. ഓക്കെ, ഐഫോൺ 13 സീറോ സ്ക്രാച്ച് ഐഫോൺ പ്രൈസ് വരുന്നത് 1450 1550 ഡിപ്പെൻഡിങ് ഓൺ കണ്ടീഷൻ ആണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ആണ്. 99% ക്ലീൻ സ്റ്റോക്ക് ആണ്. മൈനോട്ട് സ്ക്രാച്ച്, ബാറ്ററി ഹെൽത്ത് ഒരു 85 ബിലോ ഒക്കെ ആണെങ്കിൽ 1450 കൊടുക്കാൻ വേണ്ടി. 1500 അറേഞ്ച് 1500 ദിർഹത്തിന് കിട്ടും മച്ചാമാരെ. നിങ്ങൾക്ക് നല്ല കിഡിലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഐഫോൺ 13 നോക്കണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, ഡൺ. നെക്സ്റ്റ് 13 Pro 256 GB ഓഫറാ? ചെറിയ സ്ക്രാച്ചസ് മാത്രം. 13 Pro 256 ചെറിയ സ്ക്രാച്ച് ഉണ്ട്. എത്ര കൊടുക്കുക? 1850 ദിർഹത്തിന് 1850 ദിർഹത്തിന് ചെറിയ സ്ക്രാച്ചുള്ള 13 Pro. പക്ഷേ ഉള്ളിലും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ഒരു ഇന്ത്യയിലായിട്ട് ഒരു കാര്യം ഇതിൽ മാറ്റിയിട്ടില്ല. ചെറിയ സ്ക്രാച്ചുകൾ ഇതിലും തന്നെ സ്ക്രാച്ച് കാണുന്നില്ല. അതെവിടെ സ്ക്രാച്ച്? ഇവിടെ ഒന്നുമില്ല. ഡിസ്പ്ലേയിൽ ചെറിയൊരു മൈനർ സ്ക്രാച്ച് ഇതാ. അത് കാണലല്ലോ ചെയ്യില്ല. പിന്നെ പറയല നമ്മുടെ മര്യാദ അല്ലേ? ഓക്കെ, അപ്പൊ അതിന് എത്ര കുറയണത്? അതിനൊരു 150 ദിർഹംസിന്റെ വ്യത്യാസം. 150 ദിർഹമാണ് കുറഞ്ഞത് കേട്ടോ. 13 Pro ഒക്കെ സീരീസ് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, 512 GB ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിലുള്ള സ്റ്റോക്ക് വെച്ചിട്ട് നമ്മുടെ അടുത്തുള്ളത് 2050 ദിർഹംസിന് സീറോ സ്ക്രാച്ച്. 2050 ദിർഹത്തിന് 512 GB 13 Pro സീറോ സ്ക്രാച്ച് 2050 ദിർഹത്തിന് നിങ്ങൾക്ക് സീറോ സ്ക്രാച്ച് 13 Pro 512 GB 512 GB ഗോൾഡ് കളർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സിൽവർ ഉണ്ട്. സിൽവറും ഗോൾഡും 2 കളറും അവൈലബിൾ ആണ് മച്ചന്മാരെ. ഓക്കെ, ബാറ്ററി പെർസെന്റേജ് 84 85 ബിലോ ഉള്ളത് 85 അബവ് ഉള്ളത് ഓൾമോസ്റ്റ് ഉണ്ട്. എല്ലാത്തിനും ഏകദേശം ഒരേ പ്രൈസ് 50 ദിർഹംസിന്റെ വ്യത്യാസം വരും. 50 ദിർഹത്തിന് വ്യത്യാസം വരുള്ളൂ. ഓക്കെ, ഡൺ. അപ്പോൾ ഓരോ ഓഫർ നിങ്ങൾ ഈ 3 വർഷം പഴക്കമുള്ള ഫോണുകൾ ഈ ജസ്റ്റ് ആക്റ്റീവ്, നോൺ ആക്റ്റീവ് ഈ 2 സീരീസ് ഒഴികെ യൂസ്ഡിൽ ദയവേത് ചെയ്തിട്ട് 90 അബവ് ബാറ്ററി ചോദിക്കരുത്. ഓക്കെ, 90 അബവ് ആണ് എല്ലാം ചോദിക്കുന്നത്. പക്ഷെ അതൊരു അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാനും മാർക്കറ്റിൽ വേറെ കിട്ടുന്ന പല കടകളുണ്ടാവും. ഓക്കെ, ഡൺ. അവിടെ പോയി വാങ്ങാം. അതിൽ ഇതെല്ലാം നിങ്ങൾക്ക് ജെന്യൂൻ കണ്ടീഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 84 എടുത്താലും 85 എടുത്താലും 100 എടുത്താലും ഒരേ ബാറ്ററി ബാക്കപ്പ് തന്നെ കിട്ടും. അതിൽ വ്യത്യാസം വരാനില്ല. ഈ 3 വർഷം 4 വർഷം പഴക്കമുള്ള ഫോണൊക്കെ 90 അബവ് എന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. 6 മാസം ഉപയോഗിച്ചിട്ട് ഒറ്റയടിക്ക് 85 ആയി കഴിഞ്ഞാൽ അതിൽ കഥല്ല. അന്ന് കാര്യം ചോദിച്ചാൽ അതിലൊരു കഥല്ല. എന്ന് വെച്ചാൽ 100% ബാറ്ററി 90% ബാറ്ററി 90ക്ക് മുകളിൽ ആരെങ്കിലും എഴുതി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കറിൽ എഴുതിയിട്ട് ഒട്ടിച്ചിട്ട് അവിടെ വെച്ചാൽ മതി. പ്രശ്നം അതായത് ഇപ്പോൾ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ പലതും ബാറ്ററി ബൂസ്റ്റ് ചെയ്തിട്ടും കാര്യമൊക്കെ 90 ആക്കിയിട്ട് വിൽക്കുന്ന പല ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ചെയ്യാത്തതുകൊണ്ടാണ്. കണ്ടീഷനിൽ വരും. 81 ആണെങ്കിൽ 81 ആണെങ്കിൽ 81
ശരിക്കും ഒരു ബാറ്ററി എത്ര പെർസെൻറ്റേജ് ആയി കഴിഞ്ഞാൽ മാറ്റേണ്ടി വരിക? 80 ബിലോ ഒക്കെ വരുമ്പോൾ മാറ്റാം. 80 ബിലോ വരുമ്പോൾ മാറ്റണം. അതിപ്പോൾ 75 വരുന്ന ചില 75 ഉള്ളതുണ്ട്, ചില മോഡൽസ് അനുസരിച്ചാണ്. അത് നമുക്ക് കൂടുതൽ നമ്മുടെ ടെക്നീഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഓക്കെ, നമ്മൾ വലിയ എഞ്ചിനീയർ ഉണ്ടല്ലോ ഇവിടുത്തെ. അല്ല ഏകദേശം ഞാൻ ചോദിക്കുന്നത് എത്ര പെർസെൻറ്റേജ് കഴിയും? ബിലോ 79, 78, 75 ഒക്കെ ആകും ബാറ്ററി മാറാനുള്ള ഓപ്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഞാൻ വേറെ ചോദിക്കട്ടെ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ബാറ്ററികൾക്ക് ഇപ്പോൾ എല്ലാ സീരീസിനും ഇപ്പോൾ 11 മുതൽ 13, 14, 15, 16 ഒക്കെ എല്ലാം ഏകദേശം ഒരേ പ്രൈസാണ് വരിക? ഏകദേശം ഒരു പ്രൈസ് അല്ല, ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മാറേണ്ട ഡിഫറെൻറ്റ് പ്രൈസ് ആയിരിക്കും. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്, അതായത് സ്പെയർ മാർക്കറ്റിൽ കിട്ടുന്നത് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ബാറ്ററി കിട്ടൂല. പക്ഷേ സെയിം ക്വാളിറ്റിയിൽ ഓൾമോസ്റ്റ് സെയിം 99% സെയിം ആയിട്ട് കിട്ടുന്ന ബാറ്ററി നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അതിൽ പല ക്വാളിറ്റി ഉണ്ട്. അതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എല്ലാം ജനുവിൻ ഏറ്റവും ഹൈ കോസ്റ്റ് ഉള്ള ബാറ്ററി മാത്രമേ ഇവിടെ ഇടരുള്ളൂ. ഇവിടുന്ന് ഫോൺ സർവീസായ ഫോൺ നമ്മൾ ബാറ്ററി മാറുന്നുണ്ടെങ്കിലും നമ്മൾ വിൽക്കാൻ ഉപയോഗിക്കുന്നത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബാറ്ററി എടുത്തിട്ട് അതാവുമ്പോൾ പറഞ്ഞാൽ ബെറ്ററാണ്. ആ ഒരു ബാറ്ററി നിൽക്കുന്നില്ല, മറ്റു കസ്റ്റമർ ഇങ്ങോട്ട് വരില്ല. പിന്നെ എൻ്റെ ക്വസ്റ്റൻ എന്താ വെച്ചാൽ ഐഫോൺ എക്സിനും ഈ 13, 14 ഒക്കെ വരുന്ന ബാറ്ററി ഉണ്ടല്ലോ, അതിന് വ്യത്യാസം ഉണ്ടല്ലോ. അതെല്ലാം ഒരേ പ്രൈസ് ആണോ ഡിഫറെന്റ് പ്രൈസ് ആണ്? ഡിഫറെന്റ് പ്രൈസ് ആണ്. 100 മുകളിൽ 13 Pro Max ആണെങ്കിൽ പിന്നെ 300 dirhams 250 dirhams ഇതിലൊക്കെ ഉള്ളതുണ്ട്. ആ ഒരു ലെവലിലുണ്ട്. ഓ, അത്രയൊക്കെ ഉണ്ട് ബാറ്ററിക്ക് പ്രൈസ് അല്ലേ? ഓക്കെ, 13 സീരീസിലൊക്കെ. ഓക്കെ, ഡൺ. ഓക്കെ, അടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയത് നമ്മുടെ എന്നും കൊടുക്കുന്ന നമ്മുടെ സാധനം 14 Proയിൽ നോൺ ആക്റ്റീവ് 256 GB പർപ്പിളും ഗോൾഡും. ഓക്കെ, 14 Pro നോൺ ആക്റ്റീവിൽ പർപ്പിളും ഗോൾഡും ഉണ്ട്. ഓക്കെ, നോൺ ആക്റ്റീവിന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. നോൺ ആക്റ്റീവ് എത്ര കൊടുക്കാം നമുക്ക്? സ്പെക്ക് വരുന്നത് UK ഫിസിക്കൽ സിം ആണ് കേട്ടോ. ഓക്കെ, രണ്ട് സിം ഇടാം. 2 സിം അല്ല, ഫിസിക്കലായിട്ട് ഒരു സിമ്മും ഒരു ഈ സിമ്മും ഇടാം. മൂപ്പര് ഞാനിപ്പോൾ ജിമ്മിന് വേണ്ടി കേട്ടോ, ജിമ്മിന് വേണമെങ്കിൽ വല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മരുന്നിരിക്കണം രാവിലെ പോലെ. ഒരാൾ നമ്മുടെ ജംഷിപ്രോ നാട്ടിൽ പോയില്ലേ? ജംഷിപ്രോ നാട്ടിൽ പോയി. അപ്പോൾ ഇങ്ങനെ ഭയങ്കര തിരക്കിൽ നിന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ വയ്യാക്കാണ്. ജിമ്മിൽ പോയിട്ട് അടിച്ചു കയറ്റാനുള്ള ആഗ്രഹത്തോടൊക്കെയാണ്. ഓക്കെ, അപ്പോൾ 14 Pro നോൺ ആക്റ്റീവ് എത്ര കൊടുക്കാം നമുക്ക്? നമ്മൾ കൊടുക്കുന്ന റേറ്റ് 2,999 വിത്ത് 1 year ഓതറൈസ്ഡ് ഇൻഷുറൻസ് വാറണ്ടി. അതെ, 2,999 കേട്ടോ. വിത്ത് 1 year ഓതറൈസ്ഡ് വാറണ്ടി അടക്കം നിങ്ങൾക്ക് കിട്ടുന്നത്. മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് യൂസർ ഫോൺ മേടിക്കാനും ഫോൺ മേടിക്കാനൊക്കെ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ യൂസർ ഫോൺ വിത്ത് 1 year ഓതറൈസ്ഡ് വാറണ്ടിയോടെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ ഫോൺ ഇപ്പോൾ 12 Pro എടുത്ത് നിങ്ങൾ 1450 12 Pro എടുത്ത് ഒരു 100 dirhams കൂടി നിങ്ങൾ ചെലവിട്ട് കഴിഞ്ഞാൽ ഒരു വർഷം വരെ നിങ്ങൾക്ക് വിത്തൗട്ട് ഫിസിക്കൽ ഡാമേജ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ബില്ലുമായിട്ട് ഇവിടെ കൊണ്ടുവന്നാൽ മതി. ആപ്പിളിൽ നിന്ന് ഞാൻ ഇത് സർവീസ് ചെയ്ത് ഫ്രീ മോനെ. ഇതിൽ ആകെ നിങ്ങൾക്ക് ഇതിന്റെ പാർട്സ് ഇനിയിപ്പം വിത്തൗട്ട് ഫിസിക്കൽ ഡാമേജ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും വേറെ പ്രശ്നം, ഓട്ടോ ടച്ച് അല്ലെങ്കിൽ ഇപ്പോൾ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല, അതായത് ജെനുവിൻ ആയിരിക്കണം. ഇത് കംപ്ലീറ്റ് വിത്ത് പ്രൂഫ് അടക്കമാണ് ആപ്പിളിൽ കിട്ടുക. അതായത് നമ്മളിപ്പം താഴെ ഇട്ടിട്ട് ഇതാക്കിയിട്ടൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിളിൽ നിന്ന് റിപ്പോർട്ട് വരും. ഇനിയിപ്പോൾ നിങ്ങൾ അഥവാ ഇനിയിപ്പം നമ്മുടെ അടുത്ത് കളവ് പറഞ്ഞു കഴിഞ്ഞാലും അവർ ആപ്പിൾ പിടിക്കും. വേറൊരു കാര്യമുണ്ട്, അതിന് പെനാൽറ്റി ഉണ്ട്, 500 dirhams പെനാൽറ്റി. അതുണ്ട്, നമുക്ക് കിട്ടും, ഞങ്ങൾക്ക് കിട്ടും, നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം അതാണ് ഇൻഷൂർ ചെയ്യുന്നത്, ക്ലെയിം ചെയ്യാന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് 49 dirhams ക്ലെയിം ചെയ്യുന്നതിന് പ്രശ്നം വരുന്നില്ല, സോറി, ക്ലെയിം ചെയ്യുന്നതിന് ചാർജ് വരും. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഇങ്ങനെ അതായത് ഹാർഡ്വെയർ ഇഷ്യൂ ഒക്കെ വരുന്ന ചിലതുണ്ടാവും, മാറ്റാൻ പറ്റാത്തൊക്കെ ആണെങ്കിൽ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ക്രെഡിറ്റ് നോട്ട് അടക്കം കിട്ടുന്നുണ്ട്, അതായത് റീഫണ്ട് അടക്കം കിട്ടും. നമ്മളിപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് ഇതിന് എന്തെങ്കിലും ഇഷ്യൂസ്, ഹാർഡ്വെയർ ഇഷ്യൂസ് വന്ന് മാറ്റാൻ പറ്റൂല എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഇത് റീഫർബ് കാറ്റഗറിയിലേക്ക് ആപ്പിൾ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ക്രെഡിറ്റ് നോട്ട് കിട്ടുന്നതാണ്. പക്ഷേ അത് എത്ര പെർസെന്റേജ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് എത്ര മാസം കഴിഞ്ഞിട്ടാണ് അന്നത്തെ വാല്യൂ അനുസരിച്ചിട്ട് അതിന്റെ പെർസെന്റേജ് വെച്ചിട്ട് ക്രെഡിറ്റ് നോട്ട് കിട്ടുന്നതാണ്. 100 to 100% ജെനുവിൻ ആണ്. നിങ്ങൾ ഏതൊരു ഫോൺ എടുക്കുകയാണെങ്കിലും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കറിയാം, 1 year ആപ്പിൾ ഓതറൈസ്ഡ് വാറണ്ടി അടക്കം നിങ്ങൾക്ക് കിട്ടും. ഏതൊരു ഫോൺ 12 Pro 11 Pro 13 Pro 14 Pro ഓതറൈസ്ഡ് ഡീലേഴ്സിന്റെ അടുത്താണ് ഇൻഷുർ ചെയ്യുന്നത്. ക്വാണ്ടിറ്റി ബേസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ ഫോൺ മേടിക്കാൻ നിങ്ങൾ 100% ഷുവർ ആയിട്ട് ഒരു 50 ദിർഹം 100 ദിർഹം കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് 1 year നിങ്ങൾക്ക് ഒരു പേടിക്കേണ്ട ആവശ്യമില്ല ഫോണിന്. ലൈക്ക് ബ്രാൻഡ് ന്യൂ അവർക്ക് മേടിക്കാം. അത് നോട്ട് അതിന്റെ കാര്യം ഡീറ്റെയിൽസ് കറക്റ്റായി പറഞ്ഞു. നോൺ ആക്റ്റീവ് പറഞ്ഞില്ലേ? നോൺ ആക്റ്റീവ് പറഞ്ഞു. ഇനി കൊടുക്കാനുള്ളത് 11 നോൺ ആക്റ്റീവ് 128 GB. 11 നോൺ ആക്റ്റീവ് എത്ര കൊടുക്കാം? 11 നോൺ ആക്റ്റീവ് 1349 1349 11 നോൺ ആക്റ്റീവ് നിങ്ങൾക്ക് അറിയാം. സിമ്പിളാത്ത യൂസ് ചെയ്യാത്ത സാധനം. ഇപ്പോൾ ആർക്കെങ്കിലും പുതിയ 11 മേടിക്കുന്നുള്ളവർക്ക് 1300 ചില്ലറയ്ക്ക് ഇതാ നിങ്ങൾക്ക് സാധനം അടിപൊളി. 128 GB. ഓക്കെ, 1850 dirhams കൊടുത്തതിൽ 14 256 യൂസ്ഡ്. 1850 ഐഫോൺ 14 256 GB യൂസ് കേട്ടോ. ഐഫോൺ 14 256 GB നിങ്ങൾക്ക് വെച്ചാൽ
യൂസർ ഇത് തന്നു. ഓക്കെ. പിന്നെ 15 സീരീസ് ആണെങ്കിൽ ഓൺ ഓർഡർ ആണ്. അതായത് നിങ്ങൾ നമ്മൾ എന്തൊക്കെ ഓർഡർ എടുത്തിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പുതിയതാ? പുതിയത് പ്രൈസിൽ ഇപ്പം 15 പ്രോയിലാണെങ്കിൽ ഇന്നത്തെ റേറ്റ്, അതായത് ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ഡേറ്റ് പറയാം, നാളത്തെ ഡേറ്റ് 26/4/2024 റേറ്റ് 15 പ്രോൻ്റെ റേറ്റ് എല്ലാ കളറും 15 പ്രോയുടെ റേറ്റ് വരുന്നത് 3975 ദിർഹംസ് 3975 ആണ്. 15 പ്രോ UI സ്പെക്കിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് 26 റേറ്റ് കേട്ടോ. നിങ്ങൾ അന്ന് ചോദിക്കുന്നത് കാരണം റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും, കാരണം വെച്ചാൽ ഈ ബ്രാൻഡ് ന്യൂ ആകുമ്പോൾ. 15 പ്രോ മാക്സ് ആണെങ്കിൽ 256 GB ഓൾ കളർ വരുന്നത് 4275 ആണ് റേറ്റ് വരുന്നത്. ഇത് TR അല്ലേ? എല്ലാം UI സ്പെക്ക്. ഇത് TR ഉണ്ടോ? TR സ്പെക്കിന്റെ കാര്യം പറയുന്നത് 4275 4275 നല്ലൊരു കിടിലൻ ഓഫറാണ്. ഓക്കെ, ഇനി ഇതൊക്കെ UI സ്പെക്കിലാണ് വരുന്നത്. ഇനി 15 ആണെങ്കിൽ 2950 വരുന്ന റേറ്റ് വരുന്നത്. ഇന്നത്തെ റേറ്റ് വരുന്നത് 2950 256 GB. ഇത് 250 രൂപയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ 15 പ്രോ ആണെങ്കിൽ 15 പ്രോ മാക്സ് വരുന്നത് 4850 ദിർഹംസ് വിത്ത് ഓൾ കളർ. 4850 4850 ഫുൾ കളർ കിട്ടും. ഓക്കെ. 15 പ്രോ 512 15 പ്രോ പറഞ്ഞിട്ടാണ് ഈ പ്രൈസ് ആണ് നിങ്ങൾ ഇതിൽ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഡിഫറൻറ്റ് 20-50 ദിർഹംസിന്റെ ഡിഫറൻറ്റ് മാക്സിമം വരും. 100 ഡിഫറൻസ് ഒന്നും വരില്ല. 50 ദിർഹംസിന്റെ ഒക്കെ ഡിഫറൻസ് ചിലപ്പോൾ വന്നേക്കാം. കാരണം ബ്രാൻഡുകൾ മാർക്കറ്റിൽ ഏതാണോ മൂവിങ് അതിനനുസരിച്ച് പ്രൈസിൽ ഡിപ്പെൻഡിങ് ആണ്, ഡെയിലി പ്രൈസിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഇതിൽ പറഞ്ഞാന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കറക്റ്റ് എടുത്തിട്ട് പറഞ്ഞു. ഈ ഡേറ്റിന് ഇന്നത്തെ പ്രൈസ് ഇതായിരുന്നു, ഇന്ന് കസ്റ്റമേഴ്സിന് കൊടുത്ത പ്രൈസ് ഇതാണ് ഇപ്പോൾ ഇന്ന് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ മാക്സിമം എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോൺ എടുക്കുമ്പോൾ ഒരു 3 വർഷം 2 വർഷമൊക്കെ ബാക്കൗട്ടുള്ള ഫോണാണെന്നുണ്ടെങ്കിൽ, ഒരു 3 വർഷമൊക്കെ പിന്നോട്ടുള്ള ഫോണാണെങ്കിൽ 90 എബോവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നോക്കൽ മാത്രമേ ഉണ്ടാവും, നിങ്ങളെ പേയ്മെൻറ്റും പോക്ക് മാത്രമേ ഉണ്ടാവും. അതല്ലെങ്കിൽ ജസ്റ്റ് ആക്റ്റീവ്. ഇപ്പം ഞാൻ തന്നെ ഒരു 100 പീസ് 13 പ്രോ മാക്സ് എടുക്കുന്നുണ്ടെങ്കിൽ 3 പീസ് 4 പീസൊക്കെയാണ് എനിക്ക് കിട്ടുന്നത് 90+ ബാറ്ററി. അത് ശരിക്കും ഒരു 3 വർഷം മുമ്പുള്ള ഫോണാണെങ്കിൽ ചോദിക്കുകയോ വേണ്ട, നിങ്ങൾ റിപ്പയർ ആക്കാത്ത പീസ് ഉണ്ടോ എന്ന് ചോദിക്കുക. ഇനി അതല്ലെങ്കിൽ ബാറ്ററി മാത്രം ചേഞ്ച് ചെയ്ത പീസാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം ഈ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് ബാറ്ററി മാറുമ്പോൾ വേറെ ഒന്നും മാറാനില്ല, ഈ ഫോണിന്റെ ബാറ്ററി മാത്രമേ മാറാൻ. ഇപ്പോൾ വേറെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഒരു പ്രശ്നമാണ്. ഇപ്പോൾ എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ശരി ഫോൺ ചെയ്ത് അതെന്താ അതിൻ്റെ ഒരു ഇത് എന്താ അത് ഒരുപാട് പേരുണ്ട്, നമ്മളെ പയ്യന്മാർ ഒരുപാടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പോയി എന്ന് പറയും. ഒരു വണ്ടി കണ്ടിട്ട് പുറമേ കാണാൻ നല്ല വൃത്തിയുണ്ട്, ആ ഡോർ തുറന്ന് ഉള്ളിൽ കയറിയാൽ മോശമായി പോവോ? ഇല്ല. മോശമായി പോവോ? ഇല്ല. ഡ്രൈവ് ചെയ്ത് അതിനെ കൂടി കുറച്ച് കൂടുതൽ ഇതെല്ലാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു 82 ബാറ്ററി ഉള്ളതും ഒരു 100 ബാറ്ററി ഉള്ളതും. 82 ബാറ്ററി ഉള്ളത് എടുക്കുന്നതിനെക്കാട്ടും നല്ലത് 100 എടുക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? 100 ആണല്ലോ നല്ലത്. അപ്പോൾ നമുക്ക് വണ്ടി പുറത്തുനിന്ന് കാണുന്നതിനെക്കാട്ടി സുഖം വണ്ടിയിൽ കയറി ഓടിക്കുമ്പോൾ കിട്ടൂലേ? കിട്ടും. പോയിന്റിൽ തെറ്റുണ്ടോ? ഇല്ല, തെറ്റില്ല. ഇപ്പോൾ ഞാൻ വേറെ ചോദിക്കുന്നത്, ഇപ്പം അങ്ങനെയുള്ളവർക്ക് പറയാനുള്ള എന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പം അഴിക്കുക എന്ന് പറഞ്ഞാൽ ബാറ്ററി മാറ്റുമ്പോൾ ഈ ഫോൺ ഫുൾ അഴിക്കുമോ? ബാറ്ററി മാറ്റുമ്പോൾ ഇതിന്റെ ഡോർ തുറക്കണമല്ലോ. ഡോർ തുറക്കും. വണ്ടിയുടെ ഡോർ തുറന്നാലേ എടുക്കാൻ വേണ്ടി പറ്റും. വണ്ടി അവിടെ എന്ത് പറ വണ്ടി പറയുന്നത് വെച്ചാൽ സിമ്പിൾ ആയിട്ട് അല്ല ഞാൻ പറഞ്ഞു ഒറ്റ ചോദിച്ചോട്ടെ. ഇതിപ്പോ തുറന്നിട്ട് ഇപ്പൊ ബാറ്ററി മാറ്റി എന്താ സംഭവിക്കാന്ന് ചോദിക്കുന്നത്. അതിന് ശേഷം എന്താ ഇപ്പൊ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ വെള്ളം കയറുന്നതാണ് എന്താ വാട്ടർ പ്രൂഫ് അല്ല. നമ്മൾ ഇത്രയും പൈസ കൊടുക്കുന്നുണ്ട്, ഒരു ഗ്യാരണ്ടിയും വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആപ്പിൾ തരുന്നില്ല, തരുന്നില്ല. പിന്നെ ഇപ്പം പറയുകയാണെങ്കിൽ ഈ ഫോൺ വെള്ളത്തിലിട്ടു, ഇത് നിങ്ങളുടെ ഫോണാണ്, ഇത് എന്റെ ഫോണാണ്, ഇത് രണ്ടും പുതിയ ഫോണാണ്, രണ്ട് പുതിയ നോൺ ആക്റ്റീവ് ഫോണാണ്, ഇത് നിങ്ങളതാണ്, ഇത് എന്റേതാണ്. ഈ ഫോൺ നിങ്ങൾ വെള്ളത്തിലിട്ടു, അരമണിക്കൂർ ഇട്ടു, 40 മിനിറ്റ് ഇട്ടു, 45 മിനിറ്റ് ഇട്ടു, ഒന്നും ആയിട്ടില്ല, വെള്ളം കയറി ഒന്നും ആയിട്ടില്ല. ഞാൻ ഈ സെയിം സമയത്ത് ഇട്ടു, ഇതിൽ വെള്ളം കയറി, നമ്മൾ രണ്ടാളും ഒരുമിച്ച് എടുത്തിയാണ്. ഇത് 100% വാട്ടർ പ്രൂഫ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ബോക്സ് പീസിന്റെ മുകളിൽ എഴുതിയിട്ട് 100% വാട്ടർ പ്രൂഫ് എന്നിട്ട് മറ്റേ കാറ്റിന്റെ ഫോണൊക്കെ വരുന്ന പോലെ വരുന്നതാണെങ്കിൽ നമുക്ക് ഇതിന് ആപ്പിളിന്റെ വാറണ്ടി കിട്ടും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആപ്പിളിന്റെ വാറണ്ടി എന്ന് പറഞ്ഞിട്ട് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിന്റെ താഴെ എഴുതിയിട്ടുണ്ടാവും ഏതൊക്കെയാ വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിന് 1 ഇയർ വാറണ്ടിയിൽ അത് പെടും. ഇപ്പൊ വെള്ളത്തിൽ ഇട്ടിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഓട്ടിക്കിട്ടില്ല, റെസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഓപ്പൺ ആക്കിയ പീസ് എന്ന് പറയുമ്പോൾ അതായിരിക്കും ഒരു പേടി എന്നാണ് എന്റെ ചോദ്യം. ഇപ്പൊ അതായിരിക്കും പേടി. പല ആൾക്കാർക്കും പല ഡൗട്ട്, പല പേടിയാണ്. ചില ആൾക്കാർക്ക് ഈ ഫോണിനെ കുറിച്ച് ഒന്നും അറിയില്ല. ചില ആൾക്കാർ MNFP എന്ന് പറഞ്ഞിട്ട് ഇപ്പവും തൂക്കി പിടിച്ച് മുകളിൽ പിടിച്ച് നടത്തുന്ന ഉള്ള പറയാം, കളിയാക്കുന്നല്ല ഞാൻ പറയുക. നിങ്ങൾക്ക് ചില കാര്യങ്ങള് ഞാനിപ്പോ ഈ ഡ്രസ്സ് ഇട്ട് ഇപ്പൊ എനിക്ക് തീരെ ചേരുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞു, എന്റെ അടുത്ത ഫ്രണ്ടാണ് നിങ്ങൾ, അല്ലെ? ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് നിങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഒഴിവാക്കും. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ട് ആയത് എനിക്ക് കിട്ടാം, പക്ഷെ എന്റെ ഓപ്ഷനാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളെക്കാട്ടും കൂടുതൽ നമ്മുടെ ചങ്ങായിമാർ ഏറ്റവും അടുത്ത് കാണുന്നുണ്ടെങ്കിൽ അത് അവരെ കൂടി നോക്കുന്നുണ്ട്,
നമ്മളിങ്ങനെ നടക്കണം എന്നുള്ളത് കൊണ്ടല്ലേ അവർ അതെ. പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്യും. അപ്പോൾ ചില കാര്യങ്ങളിൽ ചില ഫ്രണ്ട്സുകളുണ്ട് വെറുതെ പറഞ്ഞു, ഒന്നും അറിയില്ല, ഓനക്കോ ഒന്നും അറിയില്ല, എന്നാലും ഓനക്ക് പറഞ്ഞു കൊടുക്കും, എല്ലാം അറിയുന്ന പോലെ പറഞ്ഞു കൊടുക്കും, എല്ലാം തേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എടുക്കുന്ന ഡിവൈസിനോടും എടുക്കുന്ന ഷോപ്പിനോടും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഇലക്ട്രോണിക്സ് ആണ്, കംപ്ലൈൻറ്റ് വരില്ല എന്നും പറഞ്ഞിട്ട് ആരും ഇറക്കുന്നില്ല. ഈ ഫോൺ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്ക് വാറണ്ടി തരുന്നത്, ഇതിന് കംപ്ലൈൻറ്റ് വരില്ല എന്ന് പറഞ്ഞിട്ട് തരുന്ന ഫോണാണ് 1 ഇയർ വാറണ്ടി തരേണ്ട ആവശ്യമില്ല. എനിക്ക് ഇവിടെ 1 മന്ത് വാറണ്ടി കൊടുക്കണ്ട, 1 വർഷത്തെ വാറണ്ടി കൊടുക്കണ്ട, എടുക്കുക പോവുക കലാസ് ഫിനിഷ് ചെയ്യാം. ഇല്ല, ഇലക്ട്രോണിക്സ് ആണ്, നമ്മൾക്കടക്കം വാറണ്ടി ഇല്ല. നമുക്ക് പറഞ്ഞിട്ടുണ്ടോ 60 വയസ്സ് വരെ വാറണ്ടി തന്നിട്ടുണ്ടോ? ഇല്ല, തന്നില്ല. അതിനാണ് ജിമ്മിനും ഉണ്ട്. അപ്പം മൊത്തത്തിൽ ഇപ്പം എന്താ പറഞ്ഞു ചോദിച്ചാൽ, അപ്പോൾ അങ്ങനെ ഒരു പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട. ബ്രോ പറഞ്ഞ പോലെ തന്നെ എടുക്കുന്ന ഫോണിൽ വിശ്വാസം വരെ, എടുക്കുന്ന ഷോപ്പിൽ വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക് എടുക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് എടുത്തുള്ള പ്രത്യേകത വെച്ചാൽ 1 ഇയർ ഓതറൈസർ വാറണ്ടി നിങ്ങൾക്ക് 100 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ 100% കണ്ണ് ചിമ്മി അടച്ച് മേടിച്ചിട്ട് പോവുക. അപ്പം പിന്നെ 1 ഇയർ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും പൊളിച്ച് നമ്മൾ ഓക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു.